നമ്മൾ ഈ ക്ലാസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡക്ഷൻസ് മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടർ ജനറൽ പ്രിൻസിപ്പിൾ. നമ്മൾ ഇതിനു മുമ്പ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ പഠിച്ചു, 3 ഫേസ് ട്രാൻസ്ഫോമർ പഠിച്ചു. ഈ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ 2 വൈൻഡിങ് ആയിരുന്നു, ഓർമ്മയുണ്ടല്ലോ, പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോൾ ഈ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, 3 ഫേസ് ട്രാൻസ്ഫോമർ, അത് രണ്ടും മനസ്സിലായെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ മോട്ടറും വളരെ സിമ്പിളായി. അപ്പോൾ നമുക്കിവിടെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. ഈ ക്ലാസ്സിൽ ഞാനത് ഇതേപ്പറ്റി ഒരു ജനറൽ പ്രിൻസിപ്പിളിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഈ ചിത്രം ഒന്ന് നോക്കുക. ഈ ചിത്രത്തിനകത്ത് റൈറ്റ് സൈഡിൽ ഒന്ന് ശ്രദ്ധിക്കുക. 3 ഫേസ് ഇൻഡക്ഷൻസ് മോട്ടറിൻ്റെ ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്. പടം നോക്കൂ, ഈ പടം ഒന്ന് കാണും. ഇതാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻസ് മോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഈ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്ന ടെർമിനലാണ്, ടെർമിനൽസ്. ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഇതതിൻ്റെ ബോഡിയാണ്, ഫ്രണ്ടിൽ കാണുക. ഇത് ബോഡിയാണ്, ബോഡി. ഈ ബോഡിക്ക് ഇതിൻ്റെ പേരാണ് സ്റ്റേറ്റർ. സ്റ്റേറ്റർ എന്നാണ് പറയുന്നത്, സ്റ്റേറ്റർ. ഈ സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്, 3 ഫേസ് വൈൻഡിങ് ഉണ്ട്. അതിലാണ് നമ്മൾ കണക്ഷൻ, അതിലെ വൈൻഡിങ്ങിലേക്കാണ് ഈ ടെർമിനൽ കൂടി നമ്മൾ സപ്ലൈ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള വൈൻഡിങ്ങിനകത്തേക്കാണ് സപ്ലൈ പോകുന്നത്. അത് സ്റ്റേറ്ററിലാണ് വൈൻഡിങ്. ഇനി ഇതിനകത്തുള്ള ഈ ഷാഫ്റ്റ് ഉണ്ട്, ഈ ഷാഫ്റ്റ്, ആ ഷാഫ്റ്റിന് അവിടെ ഒരു റോട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനകത്താണ് ഇതുള്ളത്, റോട്ടർ. അതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുമ്പോൾ, 3 ഫേസ് സപ്ലൈ ഇവിടെ കൊടുക്കുമ്പോൾ ഈ സ്റ്റേറ്ററിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യും. ഈ റോട്ടർ കറങ്ങും, റോട്ടർ ഇവിടെ കറങ്ങും. അപ്പോൾ ഇലക്ട്രിക്കൽ പവറാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റോട്ടർ കറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് മെക്കാനിക്കൽ പവറായിട്ട് വരും. ഇവിടെ ആയിരിക്കും നമ്മൾ ഒരു പുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇവിടെ ഒരു വലിയൊരു മെഷീൻസ് ഉണ്ടെങ്കിൽ ആ പുള്ളിയിൽ നിന്ന് ബെൽറ്റ് ഇട്ടിട്ട് മെഷീനായി കൊടുക്കുക. ആ മെഷീൻ വർക്ക് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നേ. ഇതിപ്പോൾ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ബോഡിയാണ് ഇത് നോക്കുള്ളൂ, ഞാൻ കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലെ ബോഡി. ഇതാണ് സ്റ്റേറ്റർ എന്ന് പറയുന്നത്. സ്റ്റേറ്റർ ഇതാണ് ഒരു 3 ഫേസ് മോട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ സ്റ്റേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്റ്റേറ്റർ. ഇതിനകത്ത് സ്ലോട്ട് ഉണ്ട്, നോക്കൂ, സ്ലോട്ട്. ഈ സ്ലോട്ടിനകത്താണ് വൈൻഡിങ്. അതിനകത്ത് വൈൻഡിങ് ചെയ്തിരിക്കുന്നത് നമ്മൾ. അത് 3 ഫേസ് വൈൻഡിങ് ആണ് അതിനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഫേസ് മോട്ടറാണ് 3 ഫേസ്. ഇവിടെ കാണുന്നത് നോക്കൂ, ഇതാണ് വൈൻഡിങ് നമ്മൾ കൊടുക്കുന്ന ടെർമിനൽ കണക്ഷൻസ് കൊടുക്കുന്ന ഇവിടെ ഈ റൈറ്റ് സൈഡിലെ ഈ പടത്തിനകത്ത് മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നതാണ് ഇവിടെയായിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ സപ്ലൈ ഇതിൻ്റെ അകത്തുള്ള വൈൻഡിങ്ങുകൾ കൂടെ കടന്നു വന്നു കറണ്ട് പാസ് ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു റോട്ടർ എന്ന് പറഞ്ഞതുണ്ട്. ഇത് ഈ റോട്ടറാണിത്. ഇതാണ് റോട്ടർ എന്ന് പറയുന്നത്. ഈ റോട്ടർ ഇതിനകത്തേക്ക് കയറ്റി വെക്കും. പിന്നെ ഈ സതാണ് എൻഡ് ബെൽ. ഇതുകൊണ്ട് നമ്മൾ ഇത് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ഇത് വെച്ച് അടയ്ക്കാം. അപ്പോൾ ഇവിടെ ബെയറിംഗ് ഉണ്ട്, ബെയറിംഗ്. ഇപ്പുറ സൈഡിലും ബെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് അടയ്ക്കും. അതുപോലെ ഈ കവർ ഇവിടെ ബാക്കി അടയ്ക്കും. അപ്പോൾ ഈ കവർ വെച്ച് ഇവിടെ അടയ്ക്കാം, ഈ കവർ അടച്ച് ഇവിടെ വെക്കാം. എപ്പോഴാണ്? ഈ റോട്ടർ ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ബെയറിംഗ് ഉണ്ട്, ഇപ്പുറം ബെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബെയറിംഗ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഇതിങ്ങനെ കറക്കാൻ പറ്റും. ഈ റോട്ടർ ഇതിനകത്ത് കറക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫുൾ അസംബിൾ ചെയ്ത പടമാണ് ഈ റൈറ്റ് സൈഡ് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ പാർട്ടുകളായിട്ട് തിരിച്ച ഒരു പടമാണ് ഇവിടെ. ഇത് സ്റ്റേറ്റർ പടം. ഈ പേരുകൾ ഇനി നിങ്ങൾ പഠിക്കണം. സ്റ്റേറ്റർ, ഇത് റോട്ടർ, ഇതിൻ്റെ കവറ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറിയിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ സപ്ലൈ കിട്ടും. എങ്ങനെയാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻസ്. മ്യൂച്വൽ ഇൻഡക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയോട്ട്, അത് സെക്കൻഡറിയിലേക്ക്, ഇവിടെ കാണിച്ചിരിക്കുന്ന സെക്കൻഡറി, ഇതാണ് നമ്മൾ പറയുന്ന ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ. സ്റ്റേറ്റർ ആണ് ഇവിടെ പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്തത്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റേറ്ററിനെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആയിട്ട്
ഇതൊരു പ്രൈമറി ആണെന്ന് വെച്ചാൽ 3 ഫേസ് സപ്ലൈ ഇങ്ങോട്ട് കൊടുക്കുന്നത്. സെക്കൻഡറി ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്ന റോട്ടറാണ്. ഈ സ്റ്റേറ്റർ റോട്ടറും തമ്മിൽ ഇലക്ട്രിക്കലി കണക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കലി കണക്ഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണുള്ളത്? മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഇപ്പൊ ഇത് സ്റ്റേറ്ററാണ്, സ്റ്റേറ്ററിലേക്ക് സപ്ലൈ കൊടുക്കുന്നു, റോട്ടർ ഇതിനകത്താണ്, അകത്ത് ഇവ തമ്മിൽ ഇലക്ട്രിക്കലി കണക്ഷൻസ് ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഡ്യൂസ് EMF കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇതിനകത്ത് കറണ്ട് ഉണ്ടാകും. അപ്പോൾ കറണ്ട് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് കറണ്ട് ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത്. കറണ്ട് കാര്യം കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ചാൽ അത് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഷാഫ്റ്റ് ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് റോട്ടറിന്റെ ഷാഫ്റ്റാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇത് നമ്മൾ പുള്ളി കണക്ട് ചെയ്യാം. പുള്ളി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് മെഷീൻസിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇതാണ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻസ് മോട്ടറാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. ആസ് എ ജനറൽ റൂൾ is a conversion of a electrical power into mechanical power take place in the rotating part of a electric motor. അതെന്താണ് അവിടെ പറയുന്നത്? ഇലക്ട്രിക് പവറിനെ മെക്കാനിക്കൽ പവറായിട്ട് മാറ്റുന്നതിന് മോട്ടറിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടാണ് ഉപയോഗിക്കുന്നത്. ആ റൊട്ടേറ്റിംഗ് പാർട്ടാണ് റോട്ടർ. ഇതാണ് റോട്ടറിന്റെ ഷാഫ്റ്റ്. In that case, മോട്ടറിനകത്ത് തന്നെയാണ് the rotor does not receive electrical power by the conductions. ഈ റോട്ടർ നേരിട്ട് സപ്ലൈ ഒന്നും സ്വീകരിക്കുന്നില്ല, കണ്ടക്ഷൻസ്, ബട്ട് ബൈ ഇൻഡക്ഷൻസ്. അത് ഇൻഡക്ഷൻസ് മുഖാന്തരം ഇതിനകത്ത് കറണ്ട് ഉണ്ടാകും. എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, 3 ഫേസ് ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ, പ്രൈമറിയിൽ നിന്ന് എങ്ങനെയാണ് സെക്കൻഡറിയിലേക്ക് സപ്ലൈ വരുന്നത്? പ്രൈമറി സപ്ലൈ കൊടുക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻസ് മുഖാന്തരമാണ് സെക്കൻഡറിയിലേക്ക് വരുന്നത്. എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ സ്റ്റേറ്ററിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് റോട്ടറി മ്യൂച്വൽ ഇൻഡക്ഷൻ മുഖാന്തരം സപ്ലൈ കിട്ടും. അപ്പൊ സ്റ്റേറ്ററിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് അങ്ങനെ കറങ്ങുന്ന ഇതിവിടെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പഠിക്കുകയാണ്. അപ്പൊ അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നോക്കൂ, ഇൻ AC motors the rotor does not receive the electrical power by the conductions, പിന്നെയോ but by inductions is exactly the same way of the secondary of the two winding transformer receive its power from the primary. അല്ലേ? പ്രൈമറിയിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ സപ്ലൈ കിട്ടുന്നത് പോലെ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ. ദിസ് ഈസ് വൈ സച്ച് മോട്ടർ ആർ നോൺ ആസ് ഇൻഡക്ഷൻസ് മോട്ടർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മോട്ടറിനെ ഇൻഡക്ഷൻസ് മോട്ടർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഇൻഡക്ഷൻസ് മോട്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇൻഡക്ഷൻസ് മോട്ടർ എന്ന് അറിയപ്പെടുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് ഇൻഡക്ഷൻസ് മുഖാന്തരമാണ്. ഇൻഡക്ഷൻസ് പ്രൈമറിയിൽ സ്റ്റേറ്ററിൽ സപ്ലൈ നമ്മൾ കൊടുക്കുന്നു. അപ്പം നമുക്ക് റോട്ടറിനകത്ത് ഇൻഡക്ഷൻ മുഖാന്തരം നമുക്ക് ഇൻഡ്യൂസ് EMF ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കറങ്ങുന്നു. അതാണ് ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ പവറിനെ മെക്കാനിക്കൽ പവറായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീൻസാണ്, ഒരു ഡിവൈസാണ് മോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി ഓരോ ക്ലാസ് നമ്മൾ ചെല്ലുന്തോറും ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻഡക്ഷൻസ് മോട്ടർ ജനറൽ പ്രിൻസിപ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് പഠിക്കണം. ആദ്യം നമ്മൾ ഈ സ്റ്റേറ്റർ എന്താണെന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് റോട്ടർ എന്താണെന്ന് പഠിക്കാം.
പിന്നെ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കണം. അങ്ങനെ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകും. ഈ ക്ലാസ് നമുക്ക് അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ.